മുനമ്പം സമരസമിതി പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തും. ഈസ്റ്ററിന് ശേഷമാകും 15-അംഗ സംഘത്തിന്റെ കൂടിക്കാഴ്ച. പ്രധാനമന്ത്രിയുടെ ഓഫീസ് സമയം നൽകുകയും ചെയ്തിട്ടുണ്ട്. വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി. വിഷ്ണു, അങ്ങനെ പ്രധാനമന്ത്രി സമയം അനുവദിച്ചിരിക്കുന്നു. പ്രധാനമന്ത്രിയെ നേരിട്ട് കണ്ട് ഇതിൽ എന്ത് മാറ്റമുണ്ടാക്കാൻ കഴിയുമെന്നുള്ളതാണ് സമരസമിതിയുടെ പ്രതീക്ഷ. അനുജ, ഈ അനുമതി ആവശ്യപ്പെട്ടത് വഖഫ് ഭേദഗതി ബില്ല് പാസ്സായ ഘട്ടത്തിലാണ് മുനമ്പം സമരസമിതി രാജീവ് ചന്ദ്രശേഖർ മുഖേന പ്രധാനമന്ത്രിയുമായ ഒരു കൂടിക്കാഴ്ചയ്ക്ക് സമയം ആവശ്യപ്പെട്ടത്. പ്രധാനമന്ത്രിയുടെ ഓഫീസ് അതുമായി ബന്ധപ്പെട്ട് അനുമതി നൽകുകയും ചെയ്തിരുന്നു. പക്ഷേ തീയതി ഇപ്പോഴും സ്ഥിരീകരിച്ചിട്ടില്ല. ഇന്ന് വൈകിട്ടോടുകൂടി തീയതി അറിയാനാകും എന്നാണ് സമരസമിതിയുമായി സംസാരിക്കുമ്പോൾ മനസ്സിലാവുന്നത്. അവർക്ക് വലിയ ആശങ്കകളുണ്ട്. പ്രത്യേകിച്ച് വഖഫ് ഭേദഗതി ബില്ല് പാസ്സായ ഘട്ടത്തിൽ മുനമ്പത്തെ പ്രശ്നം തീർന്നു എന്ന തരത്തിൽ അവരും പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ഇന്നലെ ന്യൂനപക്ഷ മന്ത്രി തന്നെ നേരിട്ടെത്തി ഈ പ്രശ്നം ഇപ്പോൾ ഈ വഖഫ് ഭേദഗതി ബില്ലുകൊണ്ട് മുനമ്പത്തെ പ്രശ്നം പരിഹരിക്കാനാകില്ല എന്ന് അദ്ദേഹം തന്നെ വ്യക്തമാക്കി. അതിൻ്റെ ഒരു നിരാശ അവർക്കുണ്ട്. അക്കാര്യങ്ങളടക്കം അവർ പ്രധാനമന്ത്രിയെ നേരിൽ ബോധിപ്പിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വലിയ പ്രതീക്ഷ, ഒരുപക്ഷെ അവസാന പ്രതീക്ഷ എന്ന നിരത്തിലൊക്കെ ഈ കൂടിക്കാഴ്ചയെ കണക്കാക്കുന്നുണ്ട് മുനമ്പം സമരസമിതി. എന്നാണ് കൂടിക്കാഴ്ച നടത്തുക എന്നുള്ള കാര്യത്തിൽ ഇന്ന് വൈകിട്ടോടുകൂടിയാണ് വ്യക്തത വരിക. മുനമ്പം സംരക്ഷണ സമിതിയുമായി കൂടിക്കാഴ്ച നടത്താൻ പ്രധാനമന്ത്രി അനുവദിച്ചിട്ടുണ്ട്. ആ തീയതിയാണ് ഇനി അറിയാനുള്ളത്. ഏറെ നിർണായകമായ ഒരു കൂടിക്കാഴ്ചയായിരിക്കും അത്. പ്രധാനമന്ത്രി ചില ഉറപ്പുകളൊക്കെ ഒരുപക്ഷെ ഈ മുനമ്പം ഭൂസംരക്ഷണ സമിതിക്ക് നൽകാൻ സാധ്യതയുണ്ട്. ആ ഉറപ്പുകളായിരിക്കും തുടർ സമരങ്ങളും അതോടൊപ്പം തന്നെ ഈ വിഷയത്തിലെ തുടർ നിലപാടുകളുമൊക്കെ ഇനി അവർ സ്വീകരിക്കുന്നതിൽ ഏറ്റവും നിർണായകമാവുകയും ചെയ്യുക. ഇതിലിപ്പോൾ എങ്ങനെയാണ് ഇവർക്കൊരു പ്രതീക്ഷ പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയിൽ വയ്ക്കാൻ കഴിയുക? ഇത് പാർലമെന്റിൽ ബില്ല് വന്നത് നിയമമായി കഴിഞ്ഞു. ഇന്നലെ കിരൺ റിജിജു എന്ന നിയമമന്ത്രി വന്ന് ഈ ബില്ല് അവതരിപ്പിച്ചും അതേ മന്ത്രി തന്നെ വന്ന് മുനമ്പത്ത് പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ കേട്ടതാണ്. ഇത് പ്രധാനമന്ത്രിക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് സമരസമിതി? നമ്മൾ ഈ സമരസമിതി നേതാക്കളുമായി സംസാരിച്ചോ വിഷ്ണു? അനുജ, അവർ എല്ലാ വഴികളും തേടുകയാണ്. നേരത്തെ അനുജ സൂചിപ്പിച്ചതുപോലെ തന്നെ വഖഫ് ഭേദഗതി ബില്ലിലായിരുന്നു അവർ വലിയ പ്രതീക്ഷ വെച്ചിരുന്നത്. നേരത്തെ എം പിമാരോടക്കം തങ്ങൾക്ക് അനുകൂലമായി അല്ലെങ്കിൽ വഖഫ് ബില്ലിന് അനുകൂലമായി വോട്ട് ചെയ്യണമെന്ന സമരസമിതി ഒന്നാകെ ആവശ്യപ്പെട്ടിരുന്നു. അത് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതീക്ഷയായിരുന്നു. പക്ഷേ പിന്നീട് ഇന്നലെ ന്യൂനപക്ഷ മന്ത്രി വന്ന ഘട്ടത്തിലാണ് ആ പ്രതീക്ഷ അസ്തമിച്ചത്. ഏറെക്കുറെ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അവർക്ക് വലിയ നിരാശ സമ്മാനിക്കുന്നതായിരുന്നു. പക്ഷേ ആ നിരാശ കൊണ്ട് അവിടെ നിൽക്കാൻ അവർ തയ്യാറാകുന്നില്ല. കൂടുതൽ നടപടികൾ എന്തെങ്കിലും ചെയ്യാനാകുമോ എന്ന കാര്യം പരിശോധിച്ചു വരികയാണ്. ആ ഒരു പശ്ചാത്തലത്തിൽ കൂടി വളരെ പ്രതീക്ഷയോടുകൂടിയാണ് പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ച അവർ നോക്കിക്കാണുന്നത്. പ്രത്യേകിച്ച് തങ്ങളുടെ ആശങ്കകളൊക്കെ പറയാൻ വിഷ്ണുവിലേക്ക് എത്താം. ഇപ്പോൾ സമരസമിതിയുടെ പ്രതിനിധി ഷിജി ടെലിഫോൺ ലൈനിലുണ്ട്. ഷിജി, ഇതിൽ ഇന്നലെ നിയമമന്ത്രി കിരൺ റിജിജു പറഞ്ഞത് നിങ്ങൾ കേട്ടതാണ്. ഇതിനു മുൻപൊക്കെ നിങ്ങൾ വലിയ പ്രതീക്ഷയിലായിരുന്നു. ഇത് നിയമമായി കഴിഞ്ഞപ്പോൾ അതിനെ നിങ്ങൾ സ്വാഗതം ചെയ്യുകയും വലിയ ആഘോഷത്തിലേക്കൊക്കെ നിങ്ങൾ പോകുന്നതൊക്കെ നമ്മൾ അവിടെ കണ്ടതാണ്. പക്ഷെ മന്ത്രി വന്ന് കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്കത് കുറച്ചുകൂടി ഏത് തരത്തിലേക്കാണ് ബോധ്യപ്പെട്ടത്? നിലവിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഈ നിയമം അത് മുനമ്പത്തിന് ഒരു ഗുണവും ചെയ്യില്ല എന്ന ബോധ്യത്തിലേക്ക് നിങ്ങൾ എത്തിയോ? നമ്മൾക്ക് ഈ നിയമം ഞങ്ങൾ എപ്പോഴും പറയുന്നത് 10 ദിവസമായിട്ടുള്ളൂ നിയമം പ്രാബല്യത്തിൽ വന്നിട്ട്. 3.5 വർഷമായി ഞങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. ഈ 10 ദിവസം ഈ നിയമം പ്രാബല്യത്തിൽ വന്ന നമുക്കറിയാം, ഇതൊരു കോടതിയുടെ പരിഗണനയിൽ കിടക്കുന്ന ഒരു കേസ് കൂടിയാണ്. അതുകൂടാതെ ഞങ്ങളോട് ഇന്നലെ ഇവിടെ വന്ന് ഞങ്ങളുടെ കേന്ദ്രമന്ത്രി പറഞ്ഞ ഒരു കാര്യം എന്ന് വെച്ചാല് ഇതിന് ഒത്തിരി പ്രൊസീജിയേഴ്സ് ഉണ്ട്. ഇനി നമ്മൾക്ക് 3 ആഴ്ചയ്ക്കുള്ളിൽ അതിന്റെ ചട്ടങ്ങൾ നിലവിൽ വരും. ഇതൊക്കെ നമ്മൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഇനിയും പ്രതീക്ഷയുണ്ട്. ഞങ്ങളെ ആരും ചതിച്ചെന്ന് ഞങ്ങൾ പറയുന്നില്ല. ചതിക്കാനായിട്ട് ഞങ്ങൾ ആർക്കും നിന്ന് കൊടുത്തിട്ടുമില്ല. അതിന്റെ പേരിൽ തന്നെ ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്. അദ്ദേഹം വെറും ഒരാളല്ല പറഞ്ഞിരിക്കുന്നത്, കേന്ദ്രമന്ത്രിയാ പറഞ്ഞിരിക്കുന്നത്. അപ്പോ അതുകൊണ്ട് തന്നെ അദ്ദേഹം 3 ആഴ്ചയ്ക്കുള്ളിൽ അതിന്റെ ചട്ടങ്ങൾ നിലവിൽ വരും. ഈ ചട്ടങ്ങൾ വരുമ്പോൾ അതിൽ മുനമ്പത്തിന് അനുകൂലമായ തരത്തിലേക്ക് എന്തെങ്കിലും ഉണ്ടാകുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ട്? മാത്രമല്ല, നിയമ പോരാട്ടം തുടരുമെന്ന് പറയുമ്പോൾ നിലവിലെ സാഹചര്യത്തിൽ തന്നെ നിൽക്കുകയല്ലേ കാര്യങ്ങൾ? പ്രത്യേകിച്ച് ഈ നിയമം കൊണ്ട് എന്ത് പ്രയോജനമുണ്ടായി? അല്ല, ഈ നിയമം കൊണ്ട് ഞങ്ങൾ പറയുന്നത് ഞങ്ങൾക്ക് പ്രയോജനം ഉണ്ടാവും. ഞങ്ങൾ ഇപ്പോഴും അങ്ങനെ തന്നെയാണ് വിശ്വസിക്കുന്നത്. നിയമം കൊണ്ട് ഞങ്ങൾക്ക് പ്രയോജനം ഉണ്ടാവും. ചട്ടങ്ങൾ നിലവിൽ വരുമ്പോൾ ഞങ്ങൾക്ക് എന്തായാലും പ്രയോജനം ഉണ്ടാവും. ശരി, അപ്പോൾ ഈ പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയിൽ നിങ്ങൾ എന്താണ് അതിലൂടെ നിങ്ങൾ എന്ത് പ്രതീക്ഷിക്കുന്നു? ഞങ്ങൾ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ കാണാൻ പോകുമ്പോൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഞങ്ങളുടെ മുനമ്പം ജനതയുടെ ഒരു സമരം എങ്ങനെയെങ്കിലും അദ്ദേഹത്തിന്റെ ചെവികളിൽ എത്തിക്കാനും അത് നേരിട്ട് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്താനും നമ്മളുടെ അവസ്ഥകൾ പറയാനും വേണ്ടി കൂടിയാണ് ഞങ്ങൾ പ്രധാനമന്ത്രിയെ കാണാൻ പോകുന്നത്. അത് അത്യധിക അഭിമാനത്തോടെ തന്നെയാണ് പോകുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ കാണാനായിട്ട്.
ശരി, ഇപ്പോഴും പ്രതീക്ഷയുണ്ട് എന്നുള്ളതാണ്. സിജി മുനമ്പം സമരസമിതിയുടെ പ്രതിനിധിയാണ്. ഇപ്പോഴും പ്രതീക്ഷയുണ്ട്. ഇനി ചട്ടങ്ങളൊക്കെ വരുമ്പോൾ അതിൽ തങ്ങൾക്ക് അനുകൂലമായതുണ്ടാകുമെന്ന പ്രതീക്ഷ. ഒപ്പം തന്നെ പ്രധാനമന്ത്രിയെ കാണുമ്പോഴും തങ്ങൾക്ക് അനുകൂലമായൊരു നിലപാട് ഉണ്ടാകും എന്നതിൽ അവർ പ്രതീക്ഷ അർപ്പിക്കുകയാണ്.